ഞായറാഴ്ച രാവിലെ അപ്പോൾ ഡ്യൂട്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ സമാധാനമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് റാഗി കൊണ്ടുള്ള അപ്പം കുറച്ച് ചെമ്മീൻ കറിയും കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ചത്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഓഫീസിലൊക്കെ പോകേണ്ടതുകൊണ്ട് പിന്നെ മടി പിടിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടു. അപ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ പിന്നെ ആ പ്രശ്നമില്ലല്ലോ, കുറച്ച് സമാധാനമായിട്ട് നമുക്ക് രുചിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാം. റാഗി കടുകുമണി പോലെ ഇരിക്കുന്നതെങ്കിലും ഒരു 5-8 മണിക്കൂറെങ്കിലും നമ്മളത് വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുതിർന്ന് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അരയാൻ പാടായിരിക്കും. എല്ലാ പണിയും കൂടെ രാവിലത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പാടായിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് തലേദിവസം തന്നെ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചു. പക്ഷേ ഈ ചെമ്മീൻ ക്ലീൻ ചെയ്യണമെങ്കിൽ കുറച്ച് നല്ല രീതിയിലുള്ള ക്ഷമ വേണം. ഒന്നാമത് ഇവിടെ നല്ല ചൂടാണ്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കുറേ നേരമായിട്ടിരുന്ന് വെട്ടണ്ടേയും കൂടെ വരും. പക്ഷേ ഈ ചെമ്മീൻ കറി വെക്കുമ്പോൾ അതിൻ്റെ രുചിയും കൂടെ ഓർത്തിട്ട് പിന്നെ നമ്മൾ ആ ചൂടാണെങ്കിലും അങ്ങ് നിന്നിട്ട് ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും അത് വെട്ടിത്തീർന്ന് കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസമായി. പിന്നെ അത് കഴുകി ഫ്രിഡ്ജിലോട്ട് വെച്ചു. പിന്നെ ഇനിയിപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ഇത് കറി വെച്ചാൽ മതിയല്ലോ. എൻ്റെ വീട് ഇടുക്കിയില്ല, അപ്പം ഇവിടുത്തെയും കൂടെ ക്ലൈമറ്റ് വെച്ച് നോക്കി കഴിയുമ്പം അവിടുത്തെ ക്ലൈമറ്റ് സ്വർഗ്ഗമാണ്. കുറേ നാൾ കൂടിയിട്ട് വീട്ടിലോട്ടൊക്കെ പോകുന്ന സമയമാകുമ്പോഴത്തേക്കും സ്വർഗം കിട്ടിയൊരു ഫീലാണ്. അങ്ങനെ അപ്പത്തിനുള്ള മാവൊക്കെ അരച്ചിട്ട് പുളിക്കാൻ വേണ്ടി വെച്ചു. രാവിലെ അവൾ എന്നെക്കാളും നേരത്തെ എണീറ്റു. അതുകൊണ്ട് സവോളയൊക്കെ അരിഞ്ഞ് അതിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കറി ഇതെല്ലാം പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സൂപ്പർവിഷൻ്റെ ആവശ്യം കൂടി ഉള്ളൂ. പിന്നെ അതെങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ വേണ്ട വിധത്തിൽ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. പിന്നെ എൻ്റെ അത്ര ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതൊക്കെ വെച്ചിട്ട് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെ കാണിച്ച് ഒപ്പിക്കുന്നുണ്ട്. പിന്നെ ഞാനിത് കറി വെച്ചപ്പോൾ സവോളയാണ് എളുപ്പത്തിന് വേണ്ടി ഇട്ടത്. പക്ഷേ നമ്മൾ ചെറിയ ഉള്ളി യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. അപ്പത്തിൻ്റെ മാവ് എന്തായാലും നല്ല രീതിയിൽ പൊളിച്ചിട്ടുണ്ട്. അതായത് ഇളക്കി കഴിയുമ്പോൾ നല്ല രീതിയിൽ ബബിളൊക്കെ വരുന്നത്. പിന്നെ ഈ റാഗി കൊണ്ട് അപ്പം ഉണ്ടാക്കി എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ഈ റാഗി കൊണ്ടുള്ള അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമേ ഫ്ലോപ്പായി പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തായാലും നല്ല കറക്റ്റായിട്ട് കിട്ടി. ചെമ്മീനപ്പം മൺചട്ടിയിലിരുന്നിട്ട് നല്ല രീതിയിൽ തിളയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു അടിപൊളി മണവും വന്നു. ആ മണം അടിച്ചപ്പോൾ തൊട്ട് വിശക്കാൻ തുടങ്ങിയത്. ആ ചെമ്മീൻ കറി ഇങ്ങനെ അപ്പത്തിലോട്ട് കോരി ഒഴിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് വായിലിങ്ങനെ വെള്ളം ഓടുമായിരുന്നു. പിന്നെ ഒട്ടും സമയം വേസ്റ്റ് ചെയ്തില്ല, നേരെ പാത്രം എടുത്തുകൊണ്ട് പോയി കഴിക്കാൻ തുടങ്ങി. അപ്പവും അതിൻ്റെ കൂടെ തന്നെ ചെമ്മീൻ കറിയായി. ഇനിയിപ്പോൾ ആകെ ഒരു കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കട്ടൻ ചായ, കുറച്ച് പുതിനയുടെ ഇലയൊക്കെ ഇട്ടിട്ട് നല്ല സുലൈമാനിയും കൂടെ എടുത്തു കൂടെ. ചൂടപ്പവും ചെമ്മീൻ കറിയും അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു കട്ടൻ ചായ. അങ്ങനെ സൺഡേയിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി.